അച്ഛന്മാരെ ഇറ്റ്സ് മീ വിഷ്ണു ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ജോഗിങ്ങിന് പോയിട്ട് 10ാമത്തെ ദിവസമാണ്. അപ്പം ഇന്നലെ ഒരു ദിവസം ഗ്യാപ്പായിപ്പോയി. ഇന്ന് ഓടി അപ്പോൾ അതുപോലെ 5 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായിട്ട് ഓടാൻ പറ്റി. പക്ഷേ ഇച്ചിരി കിതപ്പ് ഉണ്ട്, കാരണം ഇന്നലെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടുകൊണ്ടാന്ന് തോന്നുന്നു. കാലിന് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോയിൻസിനും അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിനൊക്കെ, കാലിൻ്റെ അടിയിലൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ട്. കാരണം ഇത്രയും ദിവസം നല്ല സ്ട്രെയിൻ ചെയ്ത് ഓടിയിട്ട് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആരും ജോയി ചെയ്യുകയാണെങ്കിൽ ഗ്യാപ്പിടല്ലേ, കാരണം നല്ല പണി കിട്ടും. അപ്പോൾ ഇന്ന് ഓടിയെന്നും അതുപോലെ ഞാൻ സെയിം റൂട്ട് തന്നെ നോൺ സ്റ്റോപ്പായിട്ട് ഓടി. പക്ഷേ നേരത്തെ കളിച്ചിട്ട് ഒരു കിതപ്പുണ്ട്. അപ്പം ഇപ്പം മാറിയത് വിഷയമുള്ള കാര്യമല്ല. പിന്നെ എന്തോ പറയുന്നത്, ഇന്ന് ഓടിയത് സെയിം റൂട്ട് തന്നെയാണ്. റൂട്ടെന്ന് പറയുമ്പം ഞാൻ കടയിരിപ്പ് പ്ലാൻ ലിപ്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനിയുടെ അവിടെ നിന്ന് നേരെ പുളിഞ്ചോടം എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട്. ജംഗ്ഷനിൽ നിന്ന് പിന്നെ റൈറ്റ് എടുക്കുക, അപ്പോൾ കടയിരിപ്പ് ജംഗ്ഷന് വരും. അതൊരു റൗണ്ടാണ്. അത് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട്, 5 കിലോമീറ്ററിന് മേളിലുണ്ട്. ആ റൂട്ടാണ് ഓടിയതെന്ന്. ജോഗിങ്ങിന് ഇറങ്ങുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും, ഞാൻ ജോഗിങ്ങിന് പോകുമ്പം റോഡിൽ ഒരുപാട് ആൾക്കാരെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കറിയാം പോസിബിൾ ആണെന്നുള്ള കാര്യം. നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് കണ്ടിന്യൂസ് 1-2 ആഴ്ചകളൊക്കെ ഓടുകയാണെങ്കിൽ ഇതൊക്കെ പോസിബിളാണ്. ആരും കൊണ്ടും പറ്റുന്ന കാര്യമാണ്. 7 കിലോമീറ്റർ 8 കിലോമീറ്റർ എന്നല്ല, 10ഉം 15ഉം കിലോമീറ്ററൊക്കെ നോൺ സ്റ്റോപ്പ് ഓടാൻ നമുക്ക് സാധിക്കും. നമുക്ക് അതിനുള്ള ഒരു സ്റ്റാമിന നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും കിട്ടും. അത് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പം ആർക്കാണെങ്കിലും ആ ഒരു സ്റ്റാമിന കിട്ടും. അപ്പം അത് മടി കൂടാതെ അത് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. അപ്പം മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഓക്കെ, ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.